ബാലഗോപാലിന്റെ മുന്നേ 5 വർഷം ഭരിച്ച ഐസക് പറഞ്ഞെന്താണെന്നറിയോ? ഐസക് ഭരിക്കുന്ന കാലത്ത് ഇതേപോലെ പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചു. അതിന്റെ അധിക നികുതിയൊക്കെ ഐസക്കിന്റെ ആ കാലത്ത് സംസ്ഥാനത്തിന് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഐസക് പറഞ്ഞത് ശരി, ഞങ്ങൾ അന്ന് പ്രതിപക്ഷത്തിലുണ്ടായിരുന്നു, ഞങ്ങൾ പറഞ്ഞിരുന്നു കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ ഐസക് എന്താ പറഞ്ഞത്? അങ്ങനെ കുറയ്ക്കുന്നത് ആനമണ്ടത്തരമാണ്. ബാലഗോപാലിന് വല്ല മറുപടി ഉണ്ടോ? എന്ത് മറുപടി പറയാനാണ്? ഐസക് പറഞ്ഞതാണ് അല്ലേ? കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇതൊരു ആനമണ്ടത്തരമാണ്. എങ്ങനെ കുറയ്ക്കുക? കൂട്ടിയത് കേന്ദ്രമല്ലേ? കേന്ദ്രം കൂട്ടി. കേന്ദ്രം ചെയ്യുന്ന ഈ പാപഭാരം സംസ്ഥാനം എന്തിനു വഹിക്കണം? കേന്ദ്രമല്ലേ കൂട്ടിയത്. കുറയ്ക്കണമെങ്കിൽ കേന്ദ്രം കുറയ്ക്കട്ടെ, ഞങ്ങൾക്ക് കുറയ്ക്കാനൊന്നും പറ്റൂല, അത് ഏറ്റവും വലിയ ആനമണ്ടത്തരമാണ് എന്ന് പറഞ്ഞ ആളാണ് ഐസക്. എന്നിട്ട് ഇപ്പം നിങ്ങൾ വന്നും കണ്ട് ഈ 2 ആഴ്ച കൊണ്ട് എന്നോട് കുറയ്ക്കണം പറയാൻ ഉളുപ്പില്ലേ? ഇതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് ഒരു വാക്ക് വി ഡി സതീശനെതിരെ പറയാൻ ഇവർക്ക് പറ്റില്ലാന്നേ. കാരണം എല്ലാ തോന്നിവാസങ്ങളും എല്ലാവിധ നെറികേടുകളും തെണ്ടിത്തരങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് എന്താ പറയാൻ പറ്റുക? അതാണ് ഇപ്പൊ അനുഭവിച്ചത്. ആദ്യത്തെ അടിയ